മക്കളെ എവിടെ എല്ലാരും? എന്താണ് വിശേഷൊക്കെ? എന്താ നല്ല വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഓക്കേ, ചോറൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നമ്മള് കുറച്ച് പാടൊക്കെ എടുത്തു അല്ലേ? എല്ലാരും ഉണ്ടോന്ന്? അനീന, മുഫ്ലിഹ, ആദിത്യ, അദ്ന, അമ്ന. ഓക്കേ, നിത മോള് മൈക്കോണാക്കിയേ. നിതാക്കേ മോളെ എന്തൊക്കെയാ? എത്ര പാരഗ്രാഫ് എടുത്തു നമ്മള്? 3 പാരഗ്രാഫ് എടുത്തു. ഓക്കേ, എന്താ ഹോംവർക്ക് ഉണ്ടായിരുന്നത്? 10 വാക്ക് സർ തന്നെ 10 വാക്ക് 5 എഴുതാനും പിന്നെ 3 പാരഗ്രാഫിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാനും. 3 പാരഗ്രാഫിന് ചോദ്യം അതിന്റെ ഉത്തരം ഉണ്ടാക്കാം അല്ലേ? ചെറുത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഈ പാഠം ഒന്ന് വായിക്കണം. നിത മോള് ഇതുവരെ വായിച്ചിട്ടില്ലല്ലോ പാഠം? നിത പാഠം വായിച്ചിരുന്നോ? ഇല്ല. ഒന്ന് വായിച്ചേന്നാല് പാഠത്തിന്റെ പേര് മുതൽ നോക്കിയിട്ടൊന്ന് വായിച്ചേ. ഈ 3 പാരഗ്രാഫും? അല്ലല്ല, മോളൊരു പാരഗ്രാഫ് വായിച്ചാ മതി. शहंशाह अकबर को कौन सिखाएगा? शहंशाह अकबर गंभीर चर्चा में अपने विद्वानों के एक समूह को देख रहे थे। वे बीरबल की ओर मुड़कर बोलो, बीरबल मैं बहुत चतुर नहीं हूँ। बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता। मैं हर चीज की सीखना चाहता हूँ। कल से मेरी पढ़ाई शुरू हो, इसका इंतजाम करो. ഓക്കേ, കഴിഞ്ഞില്ലേ? ഹലോ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇതിൽ നമ്മള് കുറച്ച് വേർഡ്സ്. ഇന്റസാം എന്ന് പറഞ്ഞാൽ എന്താ മോളെ വാക്കിന്റെ അർത്ഥം? ഇന്റസാം നോക്കി പറയരുതേ, നോക്കാതെ പറയും. ഏർപ്പാട്. അവസാന വാക്ക് നമ്മൾ പഠിച്ച ഇന്റസാം എന്തായിരുന്നു അർത്ഥം? ഏർപ്പാട്. ഏർപ്പാട്. നോക്കാതെ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ. ചതുർ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമാൻ. ബുദ്ധിമാൻ അല്ലെങ്കിൽ സമർത്ഥൻ. ഓക്കെ, ചീസ് എന്ന് പറഞ്ഞാലോ? വസ്തുക്കൾ. വസ്തുക്കൾ. വെരി ഗുഡ്. മുടുക്കർ എന്ന് പറഞ്ഞാൽ എന്താ? തിരിഞ്ഞിട്ട്. വെരി ഗുഡ്. പിന്നെ പഠായി? പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ഓക്കെ, സമൂഹ? ഒരു കൂട്ടം. ഓക്കെ, ഇന്റസാം പറഞ്ഞു. സീഖ്ന? സീഖ്ന എന്ന് വെച്ചാല് പഠിപ്പിക്കുക. പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, വെരി ഗുഡ്. നല്ല മോളാണ് കേട്ടോ, ഇങ്ങനെ പഠിക്കണം കേട്ടോ ഫുള്ള്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്ത. അപ്പം അടുത്ത പാരഗ്രാഫ് ഷാന ജിബിൻ. മൈക്ക് ഓണാക്കി. ഷാന ജിബിൻ. ഹലോ മിസ്. മോളെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചേ. अगली सुबह जब शाम ने दरबार में प्रवेश किया थे उनका स्वागत. കറക്റ്റ് നോക്കി വായിക്കുക, സ്പീഡ് വേണ്ട, മെല്ലെ വായിക്കുക. കിയാത്തേ എന്നല്ല, കിയാത്തോ. उनका स्वागत एक विचित्र दृश्य ने किया। दरबार तरह तरह के लोगों से भरा हुआ भरा हुआ। ये
बच्चों लो बरा हुआ यो या ഏ യാ ആണത് യാ എന്ന് പറഞ്ഞ ഇതാണ് ഇങ്ങനെയാണ് അവിടെ വന്നത് അവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ കൂട്ടി വരച്ചിട്ടില്ലല്ലോ ला ആ അപ്പൊ ധ എന്നാണ് പറയാട്ടോ आ ഈ ധായാണ് ധ എന്നാണ് പറയാട്ടോ आ ആ ഓക്കെ वहाँ बच्चे और बुजुर्ग से ബുജുർഗ് बुजुर्ग से गृहिणियां और ബുജുർഗ് ബുജുർഗ് बुजुर्ग दे ആ गृहिणियां और दोपने दी किसान और कजरा കച്ചറ विन्यों वाले दे ബീനിനെ വാലേ बीनने वाले दे दुकानदार और लिबकी दे मुकीर എന്താണ് और लिबक ദുക്കാൻദാർ और लिबक दे ആ मुगर और ज्ञानी दे മുഗറല്ല മുഗറല്ല മുഗർന്നല്ല മൂർഖ് मूर्ख और ज्ञानी दे ആ और जाने कितनी കിത്തനി तरह के लोग दे ദേ ഓക്കെ ഇനി ഇതിൽ മിസ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആ കുഴപ്പമുണ്ടോ ഇല്ല ആ ദർബാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദർബാർ നോക്കി പറയരുത് ആ സിറ്റുവേഷൻ വെച്ചിട്ട് ഒന്ന് നോക്കി നോക്ക് എന്തായിരിക്കും വരിക പലതരത്തിലുള്ള അല്ല അഗലി സുബ് ജബ് ഷാഷാനെ ദർബാർ में प्रवेश किया तो അപ്പൊ എന്താ ദർബാർ രാജസദസ് ആ രാജസദസ് ഓക്കെ അപ്പൊ അടുത്തത് തരഹ് തരഹ് പലതരത്തിലുള്ള ആ പലതരത്തിലുള്ള ഓക്കെ ബച്ചേ കുട്ടികൾ കുട്ടികൾ ബുജുർഗ് വയസ്സായവർ ആ വൃദ്ധര് അല്ലെ ഗൃഹിണിയ ഹൗസ് വൈഫ് ആ നോക്കി പറയുന്നുണ്ടോ ഇല്ല നോക്കരുത് കേട്ടാ ദോബിനെ ദോബിനെ കച്ചവടക്കാര് അല്ല ദോബിൻ ഓക്കെ അതവിടെ നിന്നോട്ടെ കിസാൻ കൃഷിക്കാര് കൃഷിക്കാരൻ കച്ചറ ബീനിനെ വാല ഓക്കെ പോട്ടെ ദുക്കാൻദാർ ദുക്കാൻദാർ കച്ചവടക്കാര് കച്ചവടക്കാരൻ ലിബിഗ് ലിബിഗ് ഗുമസ്തൻ അറിയില്ല എങ്ങനെ ഗുമസ്തര് ഓക്കെ തുടർന്നോട്ടെ കുഴപ്പമില്ല മൂർക്ക് ആ ആ ഓക്കെ 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 മൂർക്ക് വിഡ്ഢി വിഡ്ഢി ജ്ഞാനി അറിവുള്ളവർ അറിവുള്ളവർ ഓക്കെ ഇനി അവസാനം ലോഗ് ജനങ്ങൾ ജനങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഈ ഒരു വേർഡ്സ് എഴുതി വരാൻ 10 എണ്ണോ എത്ര എണ്ണം ഉണ്ടായിരുന്നത് 10 എന്റെ മീനിങ് സഹിതം എഴുതി വരാനല്ലേ പറഞ്ഞിരുന്നത് പഠിച്ചു വരാൻ ആ അല്ലേ ഓക്കെ ആ ഓക്കെ മൈക്ക് ഓഫ് ചെയ്തോ ആ ഐഷ റന
ഐഷാറന. ഹലോ. ഹലോ പറയൂ. ബാക്കിയുള്ളവര് തെൻഹ, മോള് മൈക്ക് ഓഫ് ചെയ്തേ. തെൻഹ സീറ്റി. ഇതൊന്ന് വായിച്ചേ ഈ രണ്ടാമത്തെ പാരഗ്രാഫ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലേനു. അതിന്റെ മുന്നത്തെ ക്ലാസ്സിലും ഇല്ലല്ലോ. എന്താ കാര്യം? ഞാന് കേട്ടിട്ടില്ല. എങ്ങനെ കേട്ടില്ല? എന്ത് കേട്ടില്ല? ക്ലാസ് കേട്ടില്ലാന്നോ? ക്ലാസ് ഉള്ളതോ? ക്ലാസ് ഉള്ളത് അറിഞ്ഞില്ലാന്നോ? ലിങ്ക് കിട്ടിയില്ല. അതെ. അല്ല പിന്നെ ചോദിച്ചില്ലേ ഇത് റെക്കോർഡ് ഉണ്ടോന്ന് ചോദിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കേട്ടീനു. അതിന്റെ മുന്നത്തതോ? ഇല്ല. വർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഏത്? ഒന്നാമത്തെ ക്ലാസ്സിലും രണ്ടാമത്തെ ക്ലാസ്സിലും മൂന്നാമത്തെ ക്ലാസ്സിലും ഒക്കെ വർക്ക് കൊടുത്തിരുന്നു. ഞാൻ മുഴുവനും കേട്ടത് ഫസ്റ്റത്തെ ക്ലാസ്സിലും. രണ്ടാമത്തേന്റെ ഒക്കെ വർക്ക് എഴുതിയെടുക്കണ്ടേ? ആവശ്യല്ലേ? അതൊക്കെ വേണ്ടേ? നമ്മള് കുറച്ച് ഗ്രാമർ ഉണ്ടായിരുന്നു, പാഠത്തിലേക്ക് കടന്നപ്പോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതൊന്ന് വായിക്കേ. ഏതാണ്? ഇതന്നെ, ഈ പാരഗ്രാഫ് സ്ക്രീനിൽ കാണുന്നു. अगली सुबह जब शाशा ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया। दरबार तरह तरह के लोगों से भरा हुआ था। वहाँ बच्चे और बुजुर्ग थे, गृहिणियां और धोबिनें थी, किसान और कचरा बीनने वाले थे, दुकानदार और लिपिक थे, मूर्ख और ज्ञानी थे, और भी न जाने कितनी तरह के लोग थे. ശ്വാസം വിട്ടോ? അങ്ങനെ എന്തിനാ ഇങ്ങനെ ശ്വാസമൊക്കെ മുട്ടിച്ച് വായിക്കൊക്കെ ചെയ്യണേ? അല്ല, ഇത് സ്കൂളിൽ കിട്ടിയില്ലേ? സ്കൂളിൽ ഇത് എടുത്തില്ലേ? പിറ്റേഴ്സ് കൂടെ എടുത്തില്ലേ? അപ്പൊ ഇതിന്റെ വേർഡിന്റെ മീനിങ് ഒക്കെ അറിയില്ലേ? കുറച്ചൊക്കെ. എന്നാ അറിയണ വാക്കൊന്ന് നോക്കി പറഞ്ഞിട്ട് നോട്ട് നോക്കരുത്, അർത്ഥം എഴുതിയ സ്ഥലം നോക്കരുത്. അല്ലാത്ത വാക്കൊന്ന് പറഞ്ഞേ. ഏതാ പറയാ? എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞു, എനിക്ക് അറിയുന്ന പറഞ്ഞു. ഓർമ്മയില്ല. ബച്ചെ എന്താണ്? കുട്ടിയാണോ? ബച്ചെ കുട്ടികൾ. ഓക്കെ. ദർബാർ എന്താണ്? അറിയില്ല. പിന്നെ ദോബിൻ എന്താണ്? ദോബിനെ ഓർമ്മയില്ല. ഇതാണ് പ്രശ്നം കേട്ടോ. ഇത് ഞാനൊരു 10 വട്ടം എഴുതി പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണക്ഷൻ ഇല്ലേ ആൾക്കാരുമായിട്ട്? ഇതിലുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുമില്ല. അപ്പൊ ഒന്നുകില് പിന്നെ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട് ക്ലാസ് കേൾക്കുക, എന്നിട്ട് അത് വർക്ക് അതിന്റെ കൂടെ എഴുതുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കില് നമ്മളിപ്പോ ഞാനിപ്പോ എന്തൊക്കെയാണ് വർക്ക് എന്നുള്ള എന്റെ അടുത്ത് അങ്ങനെ ഒരു ക്ലിയർ ഇല്ല. ഒരു കാര്യം ചെയ്യുമല്ലോ, ഈ വിളിക്കോണ്ട് ഞാൻ ആരെങ്കിലും കണക്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ആവശ്യപ്പെട്ടാലോ ഒരാരെങ്കിലും ഫുൾ നോട്ട് ഉണ്ടെങ്കിൽ അയച്ചു തരൂ കേട്ടോ. എന്നാ മൈക്ക് ഓഫ് ചെയ്യും. യദുനാഥ്, ഹലോ. യദു, ഹലോ. കേക്കുന്നില്ലേ? യദു, ഞാൻ പറയണ കേക്കുന്നില്ല? ഉണ്ട് ടീച്ചറെ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന വാക്കിന് ആൻസർ പറയട്ടോ. ദോബിനെയും എന്ന് പറഞ്ഞാൽ എന്താണ്? ദോബിനെയും അലക്കുകാർ. വെരി ഗുഡ്. നോക്കിയിട്ടില്ലല്ലോ?
ഓക്കെ. കച്ചറ ബീനിനെ വാല എന്ന് പറഞ്ഞാലോ? ഈ വേസ്റ്റ് ഒക്കെ പെറുക്കി ജീവിക്കുന്നവരല്ലേ? ആ, വേസ്റ്റ് ഒക്കെ പെറുക്കുന്നവര് അല്ലെ. ലോഗ് എന്താണ്? ലോഗ് ആളുകൾ. ആളുകൾ. അഗലി? അകലി. അഗലി സുബ അകലി എന്ന് പറഞ്ഞിട്ട് അടുത്ത്. അടുത്ത്. അടുത്ത. അടുത്ത് എന്നല്ല, അടുത്ത. നെക്സ്റ്റ് കേട്ടോ. ഓക്കെ. തര തര? തരത്തിലുള്ള. കൂടുതൽ. തര തര എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള. പലതരത്തിലും. കുറച്ച് സൗണ്ടിൽ പറയട്ടോ, വേഗം കേൾക്കും. ബര എന്ന് പറഞ്ഞാൽ എന്താ? ബര എന്ത് ടീച്ചറെ? ബര. എന്താ ഞാൻ അണ്ടർലൈൻ ചെയ്തത്, അവിടെ റൗണ്ട് ചെയ്യുന്നുണ്ട്. ബര. സിറ്റുവേഷൻ എന്ന് വെച്ച് നോക്കി നോക്കിയേ. ദർബാർ തര തരക്കെ ലോഗോം സെ ബരാ ഹുവാ താ. ഓക്കെ. നിറയുക എന്നാണ് അർത്ഥം കേട്ടോ. നിറയുക. നിറയുക. ബര എന്ന് പറഞ്ഞാല് നിറയുക. ഓക്കെ. ഉഷാറായിട്ടോ. വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോ. ഹലോ ഹലോ ടീച്ചറേ. സാറേ പോയോ? ടീച്ചറെ കേൾക്കണല്ലോ. ഹലോ, ഞാൻ പോയിട്ടില്ല, അവിടെ ഉണ്ട്. പറയുന്നത് കേട്ടില്ല. ഓക്കെ. അലി ബാസിം മൈക്ക് ഓഫ് ചെയ്തേ. അലി ബാസിം മൈക്ക് ഓൺ ഓഫ് ചെയ്യേ. നിങ്ങൾ ആരെങ്കിലും ഇനി ആ ഫോണില് ആ മൈക്ക് തൊട്ടേ ഞാൻ കാണട്ടെ, ഞാൻ പറയുമ്പോഴല്ലാതെ. ആ ടൈമിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താവും. ഹംദാൻ മൈക്ക് ഓൺ ആക്കി. ഹംദാൻ മൈക്ക് ഓൺ ആക്ക്. ഹലോ മിസ്. ഹലോ. കേക്കാം. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ, മൂന്നാമത്തെ. ഇൻ സബ്കദ സ്ക്രീനിൽ കാണില്ലേ? ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു. ക്ലാസ് എടുക്കണമെന്നില്ലേ? ഈ ചാപ്റ്റർ എടുക്കണമെന്നില്ലേ? ജസ്റ്റ് ഒന്ന് വായിക്കേ. പുതിയ കുട്ടിയാണോ? അല്ല, കൊറേ ഈ റെഗുലർ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് വരെ ഉണ്ട്. എന്നാലും ഇതൊന്ന് വായിക്കേ. इन सब का क्या मतलब है? शहंशाह गर्जे, मैंने तुम्हें ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके, और तुमने मेरा महल राज्य की आदि जनता से भर दिया।
आप जवाब दो. ഓക്കെ. ഇതിലിപ്പോ ഏതെങ്കിലും ഒരു വേർഡ് ചോദിച്ചാൽ പറയാൻ സാധിക്കോ? ഇല്ല. സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? സ്കൂളിൽ നിന്ന് മീനിങ്സും പറഞ്ഞു. വേർഡ് മീനിങ് കിട്ടിയില്ല? ഇല്ല. മത്തലബ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചാപ്റ്റർ തീരെ എടുത്തപ്പം കിട്ടിയിട്ടില്ല? ഇല്ല. അതൊന്ന് എങ്ങനെങ്കിലും ലിങ്ക് ഒക്കെ വാങ്ങണം കേട്ടോ. വാങ്ങിയിട്ട് സാറിനോട് ചോദിച്ചിട്ട് ലിങ്ക് ഒക്കെ വാങ്ങിയിട്ട് ക്ലാസ് കേൾക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പിന്നെ ഞാൻ മുന്നിക്ക് എടുക്കുന്ന സമയത്ത് പിന്നെ ഒന്നും മനസ്സിലായി ആയി പോകും കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ പറയണത്? ആ ഓക്കെ. മുഹമ്മദ് ഷഹീം ഒന്ന് മൈക്ക് ഓഫ് ചെയ്തേ, ഓൺ ചെയ്തേ. മുഹമ്മദ് ഷഹീം കെ. ഷഹീം മൈക്ക് ഓൺ ആക്ക്. ഷഹീം ക്ലാസ്സിലില്ല. മുഹമ്മദ് ഷഹീം. മുഹമ്മദ് ഷഹീം, മുഹമ്മദ് തൻസീഹ്, മുഹമ്മദ് ഷഹൽ, മൂന്നാളൊന്ന് മൈക്ക് ഓൺ ആക്കി. ഇനി മുഹമ്മദ് ഷഹീം ഓണാക്ക്. മുഹമ്മദ് തൻസീഹ് മൈക്ക് ഓണാക്ക്. മൂന്നാളും. ഞാൻ ഓണാക്കി. കുട്ടി ഓണാക്കി അവിടെ നിൽക്ക് കേട്ടോ. ഓക്കെ. മറ്റേ രണ്ടാളൊന്ന് മൈക്ക് ഓണാക്കി. മുഹമ്മദ് ഷഹീം, മുഹമ്മദ് തൻസീഹ്. അറിയാഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളെ പിന്നെ ഫോണിന്റെ താഴെ ഭാഗത്ത് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു മൈക്കിന്റെ റെഡ് ചിഹ്നം കാണാം, ഒന്ന് ടച്ച് ചെയ്തെടുക്കും. ഹലോ ടീച്ചറെ, എന്താ ഇപ്പൊ കേക്കുക? മുഹമ്മദ് ഷഹീം, മുഹമ്മദ് തൻസീഹ്. നിങ്ങൾ മൂന്നാളും ഇപ്പൊ ഉണ്ട്. ഇനി എല്ലാരും ഒന്ന് സൈലന്റ് ആയിരിക്കും, ഞാൻ പറയണത് കേൾക്കാം. മുഹമ്മദ് ഷഹൽ, മുഹമ്മദ് ഷഹീം, മുഹമ്മദ് തൻസീഹ്. എനിക്ക് അധിക സമയത്ത് നിങ്ങളെ മൂന്നാളെ വിളിച്ചാലും നിങ്ങൾ മൈക്ക് ഓണാക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ. അപ്പൊ ഫോണില് ശ്രദ്ധിക്കുക, നിങ്ങളെ ക്ലാസ് ശ്രദ്ധിക്കുക, പുറത്തേക്ക് വേറെ ഒന്നിനും നിക്കാതെ. കേട്ടല്ലോ? നിങ്ങൾ രണ്ടാളും തീരെ കിട്ടുന്നില്ല. മറ്റേ കുട്ടി കിട്ടും. എന്തായിരുന്നു അവന്റെ പേര്? മുഹമ്മദ് ഷഹൽ. ഓൻ ഓക്കെയാണ്. മുഹമ്മദ് ഷഹീമും മുഹമ്മദ് തൻസീഹും ഒരിക്കലും എനിക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ഫോൺ തുറന്നു വെച്ച് ക്ലാസ് കേൾക്കുന്നുണ്ടെന്നുള്ള വ്യാജേന അങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ വിളിച്ച് ഒഴിവാക്കിയതാണ് അവസാനം. കേട്ടല്ലോ? തൻസീഹ്, ഇനി ഞാൻ പറയുന്നത് വായിച്ചേ. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ, മൂന്നാമത്തെ. ഇൻ സബ്ക എന്ന് പറയണേ. इन सबका का क्या मतलब है? शाशा गर्जे। मैंने तुमसे ऐसा लोगों की लाना के लिए, लोगों को लाने के लिए कहा था, जो मुझे कुछ सिखा सके, और तुमने मेरा महल राज्य की आधी जनता से भर दिया. अब जवाब दो. ഓക്കെ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയതല്ലേ? ഓക്കെ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയട്ടോ. കഴിയോ നോക്ക്. കേൾക്കണില്ല ടീച്ചറെ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഹലോ, ഈ പറയണ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ടീച്ചറെ കേൾക്കണില്ല.
നീ പറയണ ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ നോക്ക, ജവാബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? തൻസീർ. ഓക്കെ, പോയി. അപ്പം നമ്മളിപ്പോ ആകെ 3 പാരഗ്രാഫ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതില് പിന്നെ തൻസീഹ് മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് ന്യൂ വേർഡുകൾ, നിങ്ങൾ പരിചയപ്പെടാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എഴുതി പഠിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതില് അമാൻ എ കെ, അമാൻ എ കെ, മോനൊന്ന് മൈക്ക് ഓൺ ആക്കിയേ. ഓക്കെ മോനെ, എഴുതിയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്ന് വായിക്കാം. തൻസീഹ് മൈക്ക് ഓഫ് ചെയ്യേ. ഞാൻ ഹോംവർക്ക് തന്നില്ലായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാന്? ഒന്ന് വായിച്ചേ. അതെ, ഒറ്റൊന്നും കിട്ടുന്നില്ലേ? ഓക്കെ, ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോ. ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയവരൊന്ന് കൈ പൊന്തിച്ച. ക്വസ്റ്റ്യൻ ആൻസറുകൾ എഴുതിയവരൊന്ന് കൈ പൊന്തിച്ച. ഇത്ര ആൾക്കാർ എഴുതിയില്ല, ബാക്കി ആരും ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല. മുഫ്ലിഹ എഴുതിയിട്ടില്ല. മുഫ്ലിഹ, ആദില, ഇസാന ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അനീന മോളൊന്ന് വായിച്ചേ. ബാക്കി എല്ലാരും കൈ താഴ്ത്ത. അനീന വായിക്കേ. राजा को किसने दिखाया? എങ്ങനെ ഒന്നുകൂടി വായിച്ച? राजा को किसने दिखाया? എന്താ റിഖായ എന്ന് പറഞ്ഞാല്? കാണിച്ചു കൊടുത്തന്നല്ലേ? ആൻസർ എന്താ എഴുതിയത്? ബീർബൽ. ബീർബൽ. എന്താ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ? ആരാണ് രാജാവിന് ആ ദൃശ്യം കാണിച്ചു കൊടുത്തത്? ഏത് ദൃശ്യം? വിചിത്ര ദൃശ്യം. ഓക്കെ, അടുത്ത ചോദ്യം. വഹാം ചർച്ച കർനെ വാല രാജ കോൻ ഹെ? വായിക്കേ. കോൻ ഹെ. ആൻസർ എന്താ? വിദ്വാൻ. ഓക്കെ, ഓക്കെ, മൈക്ക് ഓഫ് ചെയ്താട്ടോ. കൈ താഴ്ത്തിയ അനീന, ഫാത്തിമ, ഹയ കൈ താഴ്ത്തു. അനീന കൈ താഴ്ത്തിയ. ഇവിടെ നിങ്ങൾക്കിപ്പോ ഞാൻ എഴുതാൻ തന്നപ്പോ നിങ്ങളോട് ഞാനൊരു മനഃപൂർവ്വം തന്നെയാണ് പറഞ്ഞു തരാതെ ആദ്യം തന്നെ എഴുതാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്രത്തോളം എഴുതും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ വേർഡുകൾ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതി വെക്കും. ഞാൻ പറയുന്നത് എഴുതി വെക്കട്ടെ. ക്വസ്റ്റ്യൻ വേർഡുകൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. എഴുതിക്കോ. വേഗം ഒന്നുകിൽ എഴുതുക അല്ലെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ചെയ്യുക കേട്ടോ. കോൺ, ക്യാ എന്ത്, അല്ലെങ്കിൽ ഏത്. ഏത്. ക്യാ, ക്യാ എന്ന് പറഞ്ഞാൽ താഴെ എഴുതാം എന്തെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം.
ഇനി കോൺ ഇവിടെ സോറി ഒരു മിനിറ്റ്. എന്ത് എന്താന്നാണ് കേട്ടോ, എന്താന്നാണ് ഏത് നായി പോയതാ കേട്ടോ. കോൺ ആര് കോൺ കോൺ ആരെല്ലാം. ഇവിടെ ഈ എന്തെല്ലാം ഏതെല്ലാം എന്നുള്ളത് വേണ്ട, എന്തെല്ലാം എന്ന് മാത്രം മതി കേട്ടോ. ഇതില് ഈ ആര് ഏത് എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം, കോണില് കൊടുക്കാം കേട്ടോ. ആര് ഏത്. ഇവിടെ എഴുതാൻ സ്ഥലം കുറച്ച് കുറവാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ആര് ഏതാണ്, പിന്നെ അതേമാതിരി ആരെല്ലാം ഏതെല്ലാം. ഓക്കെ. അപ്പൊ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്താ, ക്യാ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം, കോൻ ആര് ഏത്, കോൻ കോൻ ആരെല്ലാം ഏതെല്ലാം. സാറേ ആ എപ്പോൾ നില്ലേൻ എന്താണ്? കബ് അതൊക്കെ വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട് കേട്ടോ, പറയാൻ വരികയാണ് കേട്ടോ. ആ ഇത് സ്ക്രീൻഷോട്ട് ചെയ്തോ എല്ലാരും, അല്ല എഴുതോ, എന്താ ചെയ്യണത്? എഴുതി എഴുതി ഇത് മായ്ക്കട്ടെ, ആ മായ്ച്ചോളി. വെയിറ്റ് ചെയ്യണ്ട എല്ലാവർക്കും. നോ. അതാ ആരാണ് ആന്ന് പറഞ്ഞേ? ഹലോ, എഴുതിയോ? എഴുതിയില്ല? ആരാണ്? അഷ്ഫ. ഉറക്കെ പറയ്. അഷ്ഫ. ആ എന്താ എഴുതാത്ത? ഏതാണ് എഴുതാത്ത? ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിക്കേനി. എപ്പോഴേക്കാ നിക്കണത്? എത്ര നേരമായി എഴുതി തന്നിട്ട്? ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, ഇനി വേഗം എഴുതിക്കോ. ക്യാ, വേഗം എഴുത്. ക്യാ. നിങ്ങളിങ്ങനെ ഒരാളിങ്ങനെ സമയം ഇതായി കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടല്ലേ. ക്യാ എന്ന് പറഞ്ഞ എന്ത് എന്താ. അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? അന്ന് അവരോട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തത്. ഓക്കെ ഓക്കെ, വേഗം സ്ക്രീൻഷോട്ട് ചെയ്യണം കേട്ടോ എല്ലാരും. അപ്പൊ നമ്മള് എന്ത് ചെയ്താ നോക്കി, ഇനി കോൻ എഴുതി. ഇനി നമ്മള് കബ് എപ്പോൾ, കബ് എപ്പോൾ, കൈസെ എങ്ങനെ, കിത്തിന എന്നാണ്, കിത്തിന എത്ര, ക്യോ എന്തുകൊണ്ട്, കിസ്കോ ആർക്ക്, കിസ്സെ ആരോട്. ലാസ്റ്റ് കിസ്സെ, കിസ്സെ എന്നാണ് കേട്ടോ. കിസ്സെ.
എഴുതിയോ? സ്ക്രീൻഷോട്ട് ചെയ്തോ? Ah, ഇനി ആരുമില്ലല്ലോ? ഇല്ല. എഴുതിയില്ല. ഇനി കഹാം. ആരാണ് പിന്നെ എഴുതിയില്ല എന്ന് പറഞ്ഞത് ആരാ? ഹലോ, എഴുതിയില്ല എന്ന് പറഞ്ഞത് ആരാ? മൈക്കോണാക്ക് ആരാണ് പറഞ്ഞത്? ഞാനാ. ആരാണ്? ഷഹീം. ഷഹീമോ? ഷഹീമോ ഷഹീം. സ്ക്രീൻഷോട്ട് എടുത്തില്ല? ആ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ? ഹലോ, ഇല്ല. അതിന്റെ ഇടയില് നെറ്റിന് ഇല്ല. ഇല്ല. ഞാൻ എഴുതിയേനെ അതില് നെറ്റ് കുറഞ്ഞപ്പോ ബാക്ക് പോയതാ. അതെ, അപ്പേ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാ മതിയായിരുന്നു, പിന്നെ എഴുതിയാ മതിയായിരുന്നു. അങ്ങനെ ചെയ്തോണ്ടു കേട്ടോ. ആ. കുട്ടീന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇതില്ലേ? ഇല്ല. ആരുമില്ല. എന്നയ്യേ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നെ ഒന്ന് വിളിക്കോ? ആ. ഉറപ്പാണോ? അതിന് ഞാൻ ഈ ക്യോ എന്തുകൊണ്ട് എന്നുള്ള വരെ എത്തീനെ. എത്തിണോ? അടുത്തത് ഏതാണ്? ഒന്ന് വായിച്ചേ ബാക്കിയുള്ളവര്. ക്യോം എന്തുകൊണ്ട് കഴിഞ്ഞിട്ട് ഏതാണ്? किसको? ആ, കിസ്കോ ആർക്ക്. എഴുതിക്കൊന്നാല്. ആരോട്? ആ മതി. എഴുതിക്കോ മോനെ. കിസ്കോ ആർക്ക്. അതെന്താടി കട്ടാക്കാത്തെ? ആ ഇത് കിസ്കോ ആർക്ക്, പിന്നെ കിസുസെ. അടുത്തത് കിസുസെ. അർത്ഥം കിസുസെ ആരോട്. കഴിഞ്ഞോ? ആ എഴുതി. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്ക. അറിയില്ലേ ചെയ്യാന്? കഴിഞ്ഞു. സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാൻ അറിയില്ലേ? എവിടെ ട്ടോ. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. അടുത്തത് പിന്നെ ഓക്കെ. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. ഇത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? അപ്പൊ ആര് എഴുതി, ആരോട് പറഞ്ഞു, പിന്നെ എന്ത്, എന്താ, എവിടെ, എപ്പോൾ, എങ്ങനെ, എത്ര എന്നൊക്കെ നമ്മൾ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വേർഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ബൈ ഹാർട്ട് ആക്കി പഠിച്ചു വെച്ചാൽ നമുക്ക് സെന്റൻസ് എഴുതാൻ എളുപ്പമാണ്. അനീന, അലി, ബാസിം, ലിയ, നിങ്ങളൊക്കെ എന്തിനാ മൈക്കോൺ ആക്കിയിരിക്കണേ? ഞാൻ പറഞ്ഞതാണ്, ഞാൻ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ഫോമിൽ കൊണ്ടുപോയാണ്ട് ഹിന്ദിക്ക് സെന്റൻസ് ഉണ്ടാക്കരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കരുത്. നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ എന്താ പറയാ, വാട്ട്, ഹൂ എന്നുള്ള സാധനങ്ങൾ, ഹൗ, എങ്ങനെ എന്നൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഫസ്റ്റിലാണ് എഴുതുക. വാട്ട് ഈസ് യുവർ നെയിം അല്ലെ? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് പറയാ. നമ്മുടേത് എന്താ വരിക ഹിന്ദിയിലാകുമ്പോ തുമ്മാര നാം ക്യാ ഹേ. ക്യാ ഹേ. ക്യാ വരുന്നത് സെന്റർ ആയിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് പോലെ ആരും ഹിന്ദിക്ക് സെന്റൻസ് ഉണ്ടാക്കി വെക്കരുത്. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡുകളൊക്കെ വരിക സെന്റൻസിന്റെ അവസാനമൊക്കെ ആകുമ്പോഴും സെന്ററിലൊക്കെ ആയിട്ടാണ് വരിക. അനീന വീഡിയോ ഓഫ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ മൈക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു വർത്താനം ഞാൻ പറയും, ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും.
കേട്ടോ. നിങ്ങള് പോകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പേടിയില്ല. അപ്പൊ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സാറിനോട് പറയും എന്താണ് കാരണം എന്നുള്ളത് കേട്ടോ. അനാവശ്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫോണിൽ തൊടേണ്ട ഒരു ആവശ്യമില്ല. ഈ പറയുന്ന ടീച്ചേഴ്സിന്റെ ഒരു മാനസികാവസ്ഥയും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ചെയ്യാത്ത മക്കളും കൂടി വെറുതെ ചീത്ത കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ആൻസറുകൾ എഴുതണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം അല്ലേ. നമ്മൾ ഈ ഒരു പാരഗ്രാഫ് ആയിരുന്നു എടുത്തിരുന്നത്. ഇനി നമുക്ക് വേണ്ടത് എത്രാമത്തെ പാരഗ്രാഫാണ്? 3 പാരഗ്രാഫ് നമ്മൾ എടുത്തു. ഇനി 4ാമത്തെ പാരഗ്രാഫാണ് അല്ലേ. 4ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ച ആദിത്യ. ഒന്ന് വായിക്കേ. माफी चाहता हूँ जहांपना, मैंने तो बस आपके आदेशों का पालन किया है। बीरबल ने जवाब दिया, गुस्ताखी माफ हो, पर क्या जहांपना रेत में घंटों गेलकर आप अपना मनोरंजन करना जानता है। जानता है नाണോ? അല്ലേ, जानते हैं. जानते हैं. വെരി ഗുഡ്. അല്ല ആദിത്യ, എവിടെ എത്തി നിങ്ങൾക്ക് വിക്ടേഴ്സിലെ ക്ലാസ് എവിടെ എത്തി? വിക്ടേഴ്സിലെ എങ്ങനെ എവിടെ എത്തി? ഇന്ദർഹൂ എന്ന പാട്ട് അതുവരെ എത്തി. ഒരു കവിത വരെ. ഈ ഫസ്റ്റ് പാഠമോ സെക്കൻഡ് പാഠമൊക്കെ കഴിഞ്ഞോ? അതൊക്കെ എപ്പോഴോ കഴിഞ്ഞു. 2ാമത്തെ യൂണിറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഓഹോ, വളരെ ഫാസ്റ്റ് ആണല്ലോ അല്ലേ. അതില് ഫുള്ള് സ്പീഡിലാ പോണേ. മലയാളം പറഞ്ഞിരുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളി. ഇനി ഇതിന്റെ മീനിങ് എഴുതിക്കോ. മാഫി. മാഫി എന്ന് പറഞ്ഞാല് ക്ഷമ അല്ലെങ്കിൽ മാപ്പ്. മാഫി, ക്ഷമ അല്ലെങ്കിൽ മാപ്പ്. എന്താ പറയണ്ട? നിങ്ങൾ എന്താ കേട്ടത് ഇപ്പൊ? മാഫിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ക്ഷമ. ക്ഷമ അല്ലെങ്കിൽ മാപ്പ്. ഓക്കെ. ക്ഷമ. അടുത്തത് ചാഹിത്ത. ചാഹിത്താഹും ചാഹിന. നോട്ട്ബുക്കിൽ എഴുതുന്നവരാണെങ്കിൽ ചാഹിന എന്ന് എഴുതണം കേട്ടോ. നമ്മുടെ ഒരു ക്രിയേന്റെ ഫുള്ള് രൂപം ചാഹിന. എല്ലാത്തിനെയും നായാണ് അവസാനം വരിക കേട്ടോ. ഇതിവിടെ ഗ്രാമർ ആയതുകൊണ്ടാണ് ചാഹിത്ത എന്ന് വന്നത് കേട്ടോ. അപ്പൊ നമ്മള് എഴുതുമ്പോ എന്ത് ചെയ്യാ? നോട്ട്ബുക്കിലേക്ക് എഴുതുന്ന മക്കളാണെങ്കിൽ അവിടെ ചാഹിന എന്ന് എഴുതുക കേട്ടോ. ആഗ്രഹിക്കുക. അല്ലാത്തൊരു ഈ ചാഹിത്താന്റെ ഇടയിൽ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ചാഹിന, ആഗ്രഹിക്കുക. ജഹാംപന എന്ന് പറഞ്ഞാൽ എന്താ? ജഹാംപന രാജാവാണോ? രാജാവ്. രാജാവേ അല്ലെങ്കിൽ അങ്ങുന്നേ എന്നൊക്കെ നമ്മള് പറയില്ലേ, അതേമാതിരി എന്താ പറയാ, അങ്ങനെ കുറെ ഇത് നമ്മളുണ്ട്. രാജാവിനെ ഉപമിക്കുന്ന മന്നൻ എന്നൊക്കെ പറയുന്നില്ലേ, ഉസൂർ. അതിനൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ജഹാംപന കേട്ടോ. രാജാവ്, ചക്രവർത്തി എന്നൊക്കെ പറയും. അടുത്തത് ബസ്. ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബസ്, മതി. എന്ത് ബസ്? അടുത്തത് ആപ്പ്ക്കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ആപ്പ്ക്കെ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളാണ്. അപ്പൊ ആപ്പ്ക്കെ എന്ന് പറഞ്ഞാൽ എന്താ വരിക?
താങ്കളുടെ. 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 അടുത്തത് ആദേശവും. ആദേശ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ആജ്ഞ. ആജ്ഞ. ആജ്ഞ എന്ന് പറയും, അല്ലെങ്കിൽ നിർദ്ദേശം, രണ്ടും പറയും. ആജ്ഞ എന്നും പറയും, നിർദ്ദേശം എന്നും പറയും കേട്ടോ. മൈക്ക് ആയിരതും ഓൺ വേണ്ടേ? അടുത്തത് പാലൻ. പാലൻ കിയാ ഹേ. എന്താ പാലൻ കിയാ ഹേ? അനുസരിച്ചിട്ടുണ്ട്. പാലൻ കിയാ ഹേ അനുസരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാലിച്ചിട്ടുണ്ട്. അടുത്തത് ബിർബലിനെ ജവാബ് ദിയ. ജവാബ് മറുപടി. ഉത്തരം എന്നൊക്കെ പറയില്ലേ? ഉത്തരം എന്നും പറയാ, ശരിക്കും മറുപടിയാണ് കേട്ടോ. तीसरी जवाब दो ना എന്താണ്? ഈ ജവാബ് ദോ പെട്ടെന്ന് ഉത്തരം തരുന്ന ജവാബ് ദോ എന്ന് പറഞ്ഞാൽ മറുപടി മോളിൽ എഴുതിയതാ അല്ലേ? നൽകൂ എന്നാണ്. ജവാബ് ഉണ്ട്. ഞാനത് ഓർത്തില്ല, അറിയാതെ പറഞ്ഞു ഇതാ. അടുത്തത് ദിയ. ദിയ എന്ന് പറഞ്ഞാൽ നൽകി. ദിയ നൽകി. കണ്ടോ, ഈ ദിയേന്റെ ഒക്കെ രൂപമാണ് ദോ എന്ന് പറഞ്ഞത് കേട്ടോ. അടുത്തത് ഗുസ്താക്കി. ഗുസ്താക്കി ധിക്കാരം. ഗുസ്താക്കി ധിക്കാരം. മാഫ് നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ മാഫി പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ താഴെ ജവാബ് പറഞ്ഞ മറുപടി. ടീച്ചർ ജവാബ് പറഞ്ഞ എന്താ നിങ്ങൾ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ജവാബ് മറുപടി. ടീച്ചർ ജവാബ് പറഞ്ഞെന്താ? ജവാബ് മറുപടി മോനെ. കേൾക്കുന്നില്ല? ഞാൻ എത്ര വട്ടമായി പറയണു? ഹലോ, ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ നോക്കിക്കോളാ. ഒരു വാക്കിന് ജവാബ് മറുപടി. അടുത്തത് രേത്ത്. രേത്ത് എന്ന് പറഞ്ഞാൽ മണൽ. രേത്ത് മണൽ. ഗണ്ടോം. ഗണ്ട എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ് കേട്ടോ. ഗണ്ട മണിക്കൂർ.
അടുത്തത് ഖേൽക്കർ, കളിച്ചിട്ട്. ഖേൽക്കർ, കളിച്ചിട്ട്. കളിക്കുക ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക, ഖേൽക്കർ എന്ന് പറഞ്ഞാൽ കളിച്ചിട്ട്. അടുത്തത് മനോരഞ്ജൻ. മനോരഞ്ജൻ എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദം. ആനന്ദം അല്ലെങ്കിൽ വിനോദം. ആനന്ദം, വിനോദം ഒക്കെ എഴുതാട്ടോ. എൻജോയ്മെന്റ്. മിസ് അതിന്റെ ഹിന്ദി വേർഡ് എന്താണ്? അണ്ടർലൈൻ ചെയ്ത് കാണുന്നില്ലേ? പിന്നെ ഇവിടെ ഈ ജാൻതേ ഹെ, ജാനിന അറിയുക, ജാനിന അറിയുക. ഇത്രയാണ് ഇതിലുള്ള വേർഡ് മീനിങ്ങുകൾ. ഇനി ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. എല്ലാരും എഴുതിയില്ലേ? എങ്ങനെ? അതെന്താ കേട്ടില്ല ഞാൻ പറഞ്ഞത്? എങ്ങനെ? ഉമ്മാന്റെ ഫോണിലെന്ന് കണ്ടിരുന്നു, അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇപ്പൊ ഉപ്പാന്റെ ഫോൺ എടുത്തതാണ്. ശരി. ഷാഹിന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. ഷാഹിന ആഗ്രഹിക്കുക. മതിയോ? ഇനി വേറെ ഏതെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാരെങ്കിലും. വായിച്ചു നോക്കൂ, ഏതെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഒന്നുമില്ലാലോ? ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാൻ നോക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ഒരു പാരഗ്രാഫാണ് എടുക്കുന്നത്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു വന്നത് പിന്നെ ഇദ്ദേഹം വിദ്വാൻമാരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒരു ചർച്ച കണ്ടതിന് ശേഷം നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഇനിയും കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ട്, എന്തായാലും എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം പുനരാരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ബീർബലിനോട് പറയാണ്, എനിക്ക് ഇതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രാജാവ് രാജസദസ്സിക്ക് വന്ന സമയത്ത് കണ്ട കാഴ്ച എന്താണ്? അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് പിന്നെ രാജകൊട്ടാരം നിറയെ ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ആളുകളാൽ നിറഞ്ഞിരിക്കുന്ന രാജകൊട്ടാരമാണ് അദ്ദേഹം കാണുന്നത്. അതായത് എന്ത് രാജകൊട്ടാരാണ്? പിന്നെ ആ സംസ്ഥാനത്തുള്ള എല്ലാ ആളുകളും എന്താണ് പറയുന്നത്? പിന്നെ തുണി അലക്കുന്ന ആൾക്കാര്, കർഷകര്, വേസ്റ്റ് വാരുന്ന ആൾക്കാര്, ഡാൻസ് കളിക്കുന്ന ആൾക്കാര് എന്ന് വേണ്ട എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളും എവിടെ ഉണ്ടായിരുന്നു? രാജസദസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട സമയത്ത് രാവിലെ തന്നെയാണ് ഇത് കാണുന്നത് അല്ലെ? രാജാവിന് വളരെയധികം ദേഷ്യം വരികയും എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് നമ്മുടെ ബീർബലിനോട് ചൂടാവുകയും ചെയ്യാണ്. അപ്പൊ ബീർബൽ അതിന് മറുപടി കൊടുക്കണ്ടേ അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? എനിക്ക് വേഗം മറുപടി കിട്ടണം, എന്താണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന്റെ കാര്യം എന്താണ് എന്ന് എനിക്ക് ഇപ്പം മറുപടി കിട്ടണം എന്ന് എന്ത് പറയാണ് നമ്മുടെ അക്ബർ ചക്രവർത്തി ചൂടാവുകയാണ്. അപ്പം
താഴെ അതിനുള്ള മറുപടിയാണ് കേട്ടോ. മാഫി ചാഹത്താഹും ജഹാംപന, ക്ഷമ ആഗ്രഹിക്കുന്നു രാജാവേ, ക്ഷമ ചോദിക്കുന്നു അല്ലെങ്കിൽ ക്ഷമിച്ചാലും രാജാവേ. मैंने तो बस, ഞാൻ കേവലം ആപ്കെ ആദേശോं का पालन किया है, അങ്ങയുടെ ആജ്ഞ പാലിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തിരിച്ച് മറുപടി പറയാണ്, ഞാൻ അങ്ങയുടെ ആജ്ഞ അല്ലെങ്കിൽ ആദേശം പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബീർബലിനെ ജവാബ് ദിയ, ബീർബൽ മറുപടി കൊടുത്തു. അല്ലെ, അത് അദ്ദേഹം വളരെ ദേഷ്യം പിടിച്ച് അലറിയ സമയത്ത് ഇദ്ദേഹം തിരിച്ചു പറയുന്നത് എന്താ, ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിക്കുകയാണ് ചെയ്തത്. ഗുസ്താഖി മാഫ് ഹോ, എന്റെ ധിക്കാരത്തിന് മാപ്പ് നൽകിയാലും. पर क्या ജഹാംപന, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ രാജാവേ. രേത്ത് മേ ഘണ്ടോ കേൾക്കർ അപ്ന മനോരഞ്ജൻ കർണ ജാനത്തെ ഹേ, ഈ മണലുണ്ടല്ലോ, മണലില് പോയിട്ട് മണിക്കൂറുകളോളം കളിച്ച് നിങ്ങൾ നിങ്ങളുടെ വിനോദം കണ്ടെത്താൻ അല്ലെങ്കിൽ വിനോദിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ അങ്ങേക്ക് അറിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. മനസ്സിലായോ എന്താ ചോദിക്കുന്നത്? ഇദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് നമുക്കറിയാലോ രാജാവിന്, അല്ലെ. അപ്പം കുറെ ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് രാജാവിന് ദേഷ്യം പിടിച്ചുകൊണ്ട് രാജാവ് ബീർബലിനോട് ചൂടാവുകയാണ്. അത് കേട്ട സമയത്ത് ബീർബൽ പറയും, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങ് പറഞ്ഞതനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ചെയ്തത് ധിക്കാരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ രാജാവേ, മണലില് മണിക്കൂറുകളോളം കളിച്ച് നേരം പോക്കാൻ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അതായത് പിന്നെ ബീച്ചിലൊക്കെ പോയി നമ്മൾ മണലിൽ ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ സമയം പോക്കാൻ അല്ലെങ്കിൽ ഈ സന്തോഷം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയോ എന്ന് ചോദിച്ചു രാജാവിനോട്. കേട്ടോ? അപ്പൊ രാജാവ് അതിന് കൊടുത്ത മറുപടി എന്തായിരിക്കും? ഒറ്റയടിക്ക് നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം. നെഹി, ഇല്ല. पर उससे क्या, ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ. നെഹി, ഇല്ല. पर उससे क्या, ശാശ ബൗഖലാകെ, ഇവിടെ കണ്ടൊരു വാക്ക് ബൗഖല, ആകെ ചുവന്ന് തുടുത്തു രാജാവ്. ഇല്ല, എനിക്ക് അങ്ങനെ മണലിൽ പോയിട്ട് കളിച്ച് സന്തോഷം കണ്ടെത്താനൊന്നും കഴിയില്ല. അതൊന്നും പറഞ്ഞുകൊണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? ബൗഖലാകെ, ബൗഖലാകെ എന്ന് പറഞ്ഞാല് മുഖമൊക്കെ ചുവന്ന് തുടുക്കുക, ദേഷ്യം പിടിച്ചിട്ട് മുഖമൊക്കെ ചുവന്ന് തുടുത്തു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. മാഫി ചാഹത്താഹും ജഹാംപന, ഇദ്ദേഹം ചൂടായ സമയത്ത് ഇദ്ദേഹം തിരിച്ചു പറയാണ്, ബീർബൽ, ഞാൻ ക്ഷമ യോജിക്കുന്നു രാജാവേ. ചോദിക്കുന്നു, രാജാവേ, मैंने तो बस आपके आदेशों का पालन किया है, ഞാൻ കേവലം അങ്ങയുടെ നിർദ്ദേശം പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബീർബലിനെ ജവാബ് ദിയ, ബീർബല് മറുപടി നൽകി. ഗുസ്താഖി മാഫ് ഹോ, എന്റെ ധിക്കാരമാണ് ഞാൻ ചെയ്തതെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു. पर क्या जहांपना, रेत में घंटों കേൾക്കർ അപ്ന മനോരഞ്ജൻ കർണ ജാനത്തെ ഹേ, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, മണല് മണിക്കൂറുകളോ, മണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബീച്ചൊക്കെ ഉദ്ദേശിക്കുന്നത്, കടലിന്റെ അങ്ങനെയുള്ള മണലുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ മണലില് മണിക്കൂറുകളോളം കളിച്ച് നിങ്ങളുടെ പിന്നെ സമയം അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അങ്ങനെ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ രാജാവ് മറുപടി കൊടുത്തെന്താ? നെഹി, ഇല്ല. ഫറോസേക്കാ, അതുകൊണ്ട് എന്താ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ചൂടാവുകയാണ്. ശാശ ബൗഖലാകെ, രാജാവ് എന്ത് ചെയ്യാണ്? ചുവന്ന് തുടുത്തു. ബൗഖലാകെ എന്ന് പറഞ്ഞാൽ രാജാവ് ചുവന്ന് തുടുത്തു, ദേഷ്യം കൊണ്ട് രാജാവ് ചുവന്ന് തുടുത്തുകൊണ്ട് ഉത്തരം നൽകി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മുടെ സമയം, മക്കൾക്ക് 3:30-ക്കല്ലേ ക്ലാസ്? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, എല്ലാരും ശ്രദ്ധിക്കുക, എങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇവിടെ കണ്ടോ, ബച്ചെ, ബുജുർഗ്, ഗൃഹിണിയ, ഇതൊന്നും വേണ്ട, മിസ് അണ്ടർലൈൻ ചെയ്യുന്നത് മാത്രം ഇട്ടാ മതി കേട്ടോ. ദോബിനെ,
കിസാൻ, ദുകാൻദാർ, കച്ചറ ബീനിനെ വാലെ. ഇത്രയും ആൾക്കാരെ കണ്ടോ? ദോബിനേം എന്ന് പറഞ്ഞാല് തുണി അലക്കുന്നവര്, കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകര്, കച്ചറ ബീനിനെ വാല എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പെറുക്കുന്നവര്, ദുകാൻദാർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്. കേട്ടോ? ഇത് നിങ്ങളൊരു ആ ഈ ലിബിക് എന്ന് പറഞ്ഞ എന്തേനു? ക്ലർക്ക്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു ബോക്സ് വരയ്ക്കാം. ആദ്യം ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഈ ഓരോ കല്ലിലും ഞാനിപ്പോ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ ഉണ്ടായിരുന്നല്ലോ, അത് എഴുതുക. ഏതൊക്കെ? ദോബിനെ, കിസാൻ, കച്ചറ ബീനെ വാലെ, ദുകാൻദാർ. ഇത്ര എണ്ണം എഴുതാം. ഇത്ര എണ്ണം എഴുതിയിട്ട് അവരെന്താ ചെയ്യുന്നത്? അപ്പൊ കിസാൻ കൃഷി ഗേത്തി കർത്താ ഹേ, കൃഷി ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞുതരൂല ഹിന്ദി ഒന്നും കേട്ടോ. പിന്നെ ദോബിനെയും അലക്കുകാരികള് വസ്ത്രം കഴുകുന്നു. ഇതൊക്കെ ഹിന്ദിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ എഴുതി വരാം കേട്ടോ. അതാണ് ഇനിയിപ്പോ ഉള്ള വർക്ക് കേട്ടോ. ഈ പറഞ്ഞ അണ്ടർലൈൻ ചെയ്യുന്ന വാക്കൊന്നുകൂടി പറഞ്ഞുതരാം. ദോബിനെ, കിസാൻ, കച്ചറ ബീനിനെ വാല. ഇതൊന്നാണേ, അപ്പുറത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ദുകാൻദാർ. ഈ 4 എണ്ണം ഇങ്ങനെ ബോക്സ് ആക്കി അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഹിന്ദിയിൽ എഴുതി വരാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് അത് ചെയ്തു വരിക കേട്ടോ. വേറെ സംശയമൊന്നും ഇല്ലല്ലോ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്നാ നമ്മൾ നിർത്താം കേട്ടോ. ബൈ ബൈ. ബൈ. ടീച്ചർ എന്തേലും ക്വസ്റ്റ്യന്? എങ്ങനെ? ഹലോ ഹലോ, ആരാണ് ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്? അതാരാണ്? ഹലോ, എന്നാ ശരി കേട്ടോ മക്കളെ. ഓക്കെ മിസ്. ഓക്കെ മിസ്സേ. ഓക്കെ.